ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ലിവർ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഗൈസ്. നമുക്കിപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് ലിവർ റോസ്റ്റ് ഉണ്ടാക്കുക എന്ന്. വളരെ സിമ്പിളായിട്ട് ഗൈസ്. അപ്പോൾ ലിവർ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ കുനുകുന അരിഞ്ഞിട്ട് നമുക്കതിൽ മഞ്ഞൾപ്പൊടി ഇട്ടോ ഒന്ന് ചെറുതായിട്ട് ബോയിൽ ചെയ്തെടുക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ലിവർ റോസ്റ്റിൻ്റെ മെയിൻ ഐറ്റമാണ് കേട്ടോ കുരുമുളക് പൊടി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ കുറച്ച് നല്ല മൂത്ത കുരുമുളകിനെ ഒടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന ലിവർ ഇവിടെ ബോയിലായിട്ടുണ്ട്. ഒരുപാട് ബോയിലാക്കി കളയരുത്, ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്താൽ മതി. സോ ഗൈസ്, ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലയ്ക്കുള്ള സാധനങ്ങൾ നോക്കാം എന്തൊക്കെയാണ്. ഞാൻ എടുത്തേക്കുന്നത് ഒരു 2 സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, പിന്നെ അത്യാവശ്യം സ്പൈസിക്ക് വേണ്ടിയിട്ട് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഗൈസ്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതുപോലൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. സോ ഗൈസ്, അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കടുകിന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കടുകാണ് ഗൈസ് ഇട്ട് കൊടുത്തത്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കത് ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സോ ഞാനിപ്പോൾ എടുത്തേക്കുന്ന നാടൻ കറിവേപ്പില കേട്ടോ, നമ്മുടെ വീട്ടിലേക്ക് പിടിക്കുന്ന നാടൻ കറിവേപ്പില. സോ ഇതുപോലെ കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. സോ ഗൈസ്, എപ്പോഴും റോസ്റ്റിന് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കുറച്ച് നല്ല ഒരു മൂത്ത് നിൽക്കുന്നത് നന്നായിരിക്കും. അപ്പം നമ്മളിതിനെ ഒന്ന് നന്നായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരേക്കും നമുക്കിതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കാരണം ഇതിലേക്ക് ഒരു പച്ചമണം പോയാലേ നമുക്ക് ആ റോസ്റ്റിനുള്ള ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. സോ ഗൈസ്, അപ്പോൾ നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളിത് സ്പൈസിക്ക് വേണ്ടി എടുത്തേക്കുന്നത് പച്ചമുളക് ഉണ്ട് കേട്ടോ കുറച്ച്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എരിവെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ടാണ് പച്ചമുളക് ഇടാനായിട്ട്. സോ ഞങ്ങൾക്കിപ്പോൾ അത്യാവശ്യം സ്പൈസി വേണ്ട ആളായതുകൊണ്ടാണ് ഞങ്ങളിത് കുറച്ച് കൂടുതൽ പച്ചമുളക് എടുത്തേക്കുന്നത് കേട്ടോ ഗൈസ്. ഇനി ഇതിൻ്റെ പച്ചമുളകിൻ്റെ ഒരു പച്ച മണം മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കാം. സോ ഗൈസ്, അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ബോയിൽ ചെയ്തെടുത്ത ലിവർ, അതിനെ ഒന്ന് നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചേക്കാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ഇവിടെ ബ്രൗൺ ഷെയ്ഡായി വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള, ഞാൻ 2 സവാളയാണ് എടുത്തേക്കുന്നത് ഗൈസ്. വളരെ കുറച്ച് ലിവർ തന്നെ കിട്ടിയുള്ളൂ. സോ ഇതൊരു കിടിലൻ റെസിപ്പി ആയതുകൊണ്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. സോ ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഗൈസ് എല്ലാവരും പറയാറുണ്ട് കുറച്ച് ഉപ്പിട്ടാൽ പെട്ടെന്ന് ഒനിയൻ വഴണ്ട് കിട്ടുമെന്ന്. സോ അതുപോലെ ഞാനും ഒരു ലേശം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്നതിന് മുമ്പേ നമുക്കൊരു 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേണം നമുക്കിതിനൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ. സോ ഗൈസ്, ഇപ്പോൾ ഏകദേശം നമ്മുടെ ഒനിയൻ ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ്റെ ലിവറാണ്, അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഗൈസ്, ഇപ്പോൾ 1 മിനിറ്റ് ഞാൻ ഈ ലിവർ ഒന്ന് മൊത്തത്തിൽ ഇട്ട് കൊടുത്തോട്ടെ കേട്ടോ. ഇതേപ്പോൾ നമ്മൾ മൊത്തം ലിവറും ഇവിടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഗൈസ്, ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഗൈസ്, അപ്പോൾ ഓൾറെഡി നമ്മൾ ലിവർ ഒരു ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിനെ ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. സോ ഗൈസ്, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ലിവറിലുണ്ടായ നെയ്യൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പോൾ മസാലയ്ക്ക് നമ്മൾ എടുത്തേക്കുന്നത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. സ്പൈസി എന്തോരം വേണമെന്ന് വെച്ചാൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങളിടുക. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ടിട്ടുണ്ട്, ഉപ്പും നേരത്തെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് മാത്രം നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയുടെ പുറത്തുകൂടെ ഈ ലിവറിനെ ഇതുപോലെ കോരി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. സോ ഗൈസ്, അപ്പോൾ ഓൾറെഡി നമ്മുടെ മസാലയൊക്കെ ഇവിടെ സെറ്റായി കാണും. ഇനി നമുക്കിതിൻ്റെ പുറത്തുകൂടെ നമ്മുടെ മെയിൻ ഐറ്റം കുരുമുളക് പൊടി ഇതിൻ്റെ പുറത്തുകൂടെ നമുക്കിങ്ങനെ വിതറി കൊടുക്കാം. സോ അപ്പോൾ നമ്മൾ പൊത്തി വെച്ചിരുന്ന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടാവും ഗൈസ്. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സോ ഗൈസ്, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് ലിവർ റോസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് ഒരു 20 മിനിറ്റിൽ നമുക്ക്
ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനൊരു ലിവർ റോസ്റ്റ് നമ്മുടെ ചപ്പാത്തിക്കും ദോശയ്ക്കും പൊറോട്ടയ്ക്കും ഒക്കെ പറ്റിയൊരു സൂപ്പർ റെസിപ്പിയാണത്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ലിവർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഗൈസ്, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. പറ്റുവാണെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഗൈസ്. ഇനി ഇതുപോലൊരു കുഞ്ഞ് റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.